സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഘടിപ്പിച്ച് LPST റാങ്ക് ഹോൾഡേഴ്സ്. സർക്കാർ അവഗണനയ്ക്കെതിരെ ഉദ്യോഗാർത്ഥികൾ പുല്ല് തിന്ന് പ്രതിഷേധിച്ചു. സമരം ഇന്ന് 34ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതേസമയം സർക്കാർ കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ട് EPS സ്കൂൾ ഉദ്യോഗാർത്ഥികൾ മുഖത്ത് ചായമെഴുതി പ്രതിഷേധിച്ചു. വി മുരളീധരൻ MLA സമരപ്പന്തലെത്തി ഉദ്യോഗാർത്ഥികളെ സന്ദർശിച്ചു. സമരം 34ാം ദിവസം പിന്നിടുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെയാണ് ഉദ്യോഗാർത്ഥികൾ വേറിട്ട സമരം ആരംഭിച്ചത്. സമരപ്പന്തലിന് സമീപത്തെ തറയിലിരുന്ന ഉദ്യോഗാർത്ഥികൾ പുല്ല് തിന്ന് പ്രതിഷേധിച്ചു. കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ടോ നേടിയെടുത്തതല്ല ഇത്. ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ 11,000 പേരുടെ ലിസ്റ്റാണെന്നെങ്കിൽ ആ 11,000 പേര് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലിസ്റ്റിൽ പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുടുംബത്തിലാണെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ഒരുപാട് ടൈമുണ്ട്. ഇത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. 1.5 വർഷമായിട്ട് പോലും ഒരു രീതിയിലും ഒരു നല്ലൊരു സമീപനം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. പലതവണ ചർച്ച നടത്തിയെന്ന് പറയുന്നു. അതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഇൻസിസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയി ഞങ്ങളടുത്ത് ചർച്ചകളായിരുന്നു. പക്ഷേ ചർച്ചകളിലൊന്നും തന്നെ നമുക്ക് സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നതല്ലാതെ ഞങ്ങൾ കുറച്ച് ആവശ്യം ഉന്നയിച്ചു. കാരണം കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇത്രത്തോളം പഠിച്ച് 100-നകത്തും 50-നകത്തും ഒക്കെ റാങ്ക് മേടിച്ചിട്ടും ഇങ്ങനെ തെരുവിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വരുത്തി വെച്ചത് എനിക്കറിയാം. ഈ സിസ്റ്റം കറപ്റ്റഡ് ആണ്. സമരപ്പന്തലിൽ പാലക്കാട് നിന്നുള്ള ഉദ്യോഗാർത്ഥി 10 ദിവസമായി നിരാഹാരത്തിലാണ്. ശാരീരികാവസ്ഥ ദിനംപ്രതി മോശമാകുന്ന സാഹചര്യം. എന്നാൽ സർക്കാർ ഇവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സമരക്കാരുമായി ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ല. തൊട്ടടുത്ത് തന്നെ UP സ്കൂൾ ഉദ്യോഗാർത്ഥികളും സമരം ചെയ്യുന്നു. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഉദ്യോഗാർത്ഥികൾ മുഖത്ത് ചായമെഴുതി പ്രതിഷേധിച്ചു. കഴക്കൂട്ടം MLA വി മുരളീധരൻ 2 സമരപന്തലുകളും സന്ദർശിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസം പകർന്നു. കഴിവിന്റെ മാത്രം അടിസ്ഥാനത്തിൽ, ബുദ്ധിശക്തിയുടെ മാത്രം അടിസ്ഥാനത്തിൽ മറ്റ് പിൻബലങ്ങളൊന്നുമില്ലാത്ത ഒരാൾക്ക് തൊഴിലിനുള്ള ഒരേ ഒരു അവസരമാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയിലൂടെ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നത്. പക്ഷെ അതിനുശേഷം സർക്കാർ എടുക്കുന്ന സമീപനം, സർക്കാരിന് ഇത്തരത്തിലുള്ള ഒരു കാര്യം പഠിക്കാൻ സർക്കാരിന്റെ കയ്യിൽ എല്ലാ വിവരങ്ങളും നേരത്തെ മുതലുണ്ട്. പുതുതായിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. 5 ജില്ലകളിൽ റാങ്ക് ലിസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടും 1ാം റാങ്കുകാരന് പോലും ഇതുവരെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. സത്യാഗ്രഹം ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോഴും ആവശ്യങ്ങളിൽ വ്യക്തമായ തീരുമാനമുണ്ടാക്കാത്തതിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം.